ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 8 കിലോമീറ്റർ മാത്രം മാറി നമുക്കൊരു വീട് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു വീട്. നമുക്കിത് മലയൻകീഴ് ജംഗ്ഷനിലാണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ്, ഈ തൊട്ട് മുകളിൽ കാണുന്നതാണ് നമുക്ക് ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ബസ് റൂട്ടാണ്. ബസ് റൂട്ടിൽ നിന്ന് വെറും 20 മീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഒരു എൻട്രൻസിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ വീടിൻ്റെ എലിവേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സെമി കണ്ടംപററി നമുക്ക് ബോക്സ് ഡിസൈൻ വരുന്ന ഒരു മനോഹരമായ ഒരു വീടാണ് ഈ കാണുന്നത്. തൊട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വരുമ്പോഴത്തേക്കും ഒരു ഗ്രേ ടെക്സ്ചർ രീതിയിലും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു സർക്കുലർ മോഡലിലുള്ള ഒരു വിൻഡോയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഒരു എലിവേഷൻ്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങൾ ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 8 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും മലയൻകീഴ് ജംഗ്ഷൻ്റെ അടുത്താണ്. മലയൻകീഴ് ജംഗ്ഷനിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറിയാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ വീണ്ടും ഫുൾ ഡീറ്റെയിൽസിലോട് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഇത്തരം വീടൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണ്, ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. വീടിൻ്റെ എൻട്രൻസ് ഭാഗം അത്യാവശ്യം നല്ല വൈഡായിട്ട് തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് ടാറിട്ട ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. അപ്പോൾ കോമ്പൗണ്ട് നമുക്ക് കിടക്കുമ്പോഴത്തേക്കും ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം എത്ര വലിയൊരു എക്സ്യൂവിയും കാര്യങ്ങളൊക്കെ വീടിന് അകത്തോട്ട് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു വൈഡനിങ് ആയിട്ടുള്ള ഒരു ഓപ്പണിങ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. 2 കാർ ഒരു പാർക്കിനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടേജിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കിണറിൻ്റെ പ്ലേസ്മെൻറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് വരുന്നത്. തൊട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചെറിയ ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളും ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. 2 പാവം കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് നട്ടിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാർബിളും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്ത് കവറപ്പാക്കി തീർത്തിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു മനോഹരമായ ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് നമുക്ക് വരുന്നത്. 2 സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നമുക്ക് കൊടുത്തുകൊണ്ട് തന്നെ എൻട്രൻസ് വരുന്നത്. വാസ്തുപ്രകാരം തന്നെയാണ് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. കിഴക്ക് ദർശനത്തിലാണ് നമുക്ക് ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലാവിൻ തടിയിലാണ് ചെയ്തേക്കുന്നത്. നല്ല മനോഹരമായ ഒരു സിമ്പിൾ ഡിസൈനും കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള പ്ലാവിൻ ഡിസൈനിൽ ചെയ്ത് തീർത്തിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് കിടക്കാം. സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് വരുമ്പോഴത്തേക്കും ഡൈനിങ് ഏരിയ പ്ലസ് ലിവിങ് ഏരിയ എന്നുള്ള കോൺസെപ്റ്റാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തേക്കുന്നത്. 22x14 നമുക്ക് ഡയമെൻഷൻ. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു സ്പേസും കാര്യങ്ങളും തന്നെയാണ് നമ്മുടെ ചെയ്തേക്കുന്നത്. ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. നമുക്ക് മാക്സിമം വീട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല അട്രാക്റ്റീവ് ഒരു TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടോപ്പ് എൻഡ് വരെ പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ ആണ്. സൈഡിലും താഴെയുമായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് ഏരിയയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വന്നേക്കുന്നത്. നമുക്ക് ചെറിയ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും വരുന്നതാണ് നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗമാണ് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം നല്ല 8 ചെയറൊക്കെ ഉൾപ്പെടെ വരുന്ന ഒരു ഡൈനിങ് ടേബിൾ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയയുടെ ഭാഗം വന്നിരിക്കുന്നത്. ആ ഭാഗം നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ പാനലും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഫോൾ സീലിംഗ് മെത്തേഡാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ വാഷ് കൗണ്ടർ ഏരിയയാണ് ഈ ഒരു ഭാഗം നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഉൾപ്പെടെ നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് ഇവർ വന്നേക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെ നമുക്ക് നോക്കുവാണെങ്കിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അഥവാ നമുക്ക് വീടിൻ്റെ ഭാഗത്ത് നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്ററും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാനുള്ള ഒരു ടേബിളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നേക്കുന്നത്. ഇതെല്ലാം നമുക്ക് സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമുക്ക് ഈ ഒരു പ്ലേസ് ചെയ്ത് കവറപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഈ കാണുന്നതാണ് നമുക്ക് കിച്ചണിൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എൻട്രൻസ് മുഴുവൻ നമുക്ക് മുകളിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. അല്ലാതെ തന്നെ സൈഡിലായിട്ട് നമുക്ക് മാർബിളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. 2 ദിവസത്തെ വർക്കും കൂടെ നമുക്ക് ഈ ഒരു വീടിനകത്ത് നമുക്ക് വരുന്നുണ്ട്. ബാക്കിയെല്ലാം വർക്കും കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു വീട് തന്നെയാണ്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ
കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് 12x12 ഡയമെൻഷൻ തന്നെയാണ് വരുന്നത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഒരുപാട് നമുക്ക് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ മുകളിലും താഴെയുമായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല വലിയ വിശാലമേറിയ ഒരു ബാക്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വലിയ സ്പേസ് ആയിട്ടൊരു ബാക്ക് സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫുള്ളായിട്ട് കവറപ്പാക്കി എടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഇതൊരു വർക്ക് ഏരിയ ആയിട്ട് നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് സൈഡിലായിട്ട് നോക്കുമ്പോൾ നനക്കല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട്. വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമായിട്ട് 3 BHK ആണ് നമുക്ക് ഈ ഒരു വീട് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിലുള്ള ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് ഒരു വാൾ റൂഫ്സും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ബോർഡ് വർക്കിലാണ് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഈ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ആണ് ഡെക്കറേഷനായിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം നമ്മൾ സ്റ്റീലിലാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ ഒരു മോഡലിലെ ഒരു ഹാൻഡിൽസ് ആണ് നമുക്കിവിടെ ചെയ്തേക്കുന്നതും. സ്റ്റെപ്പ് മുഴുവൻ നമുക്ക് മാർബിൾസിൻ്റെ സ്റ്റെപ്പാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ടെക്സ്ചർ വർക്ക് വരുന്ന ഈ ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ചുമര് മുഴുവൻ ചെയ്തേക്കുന്നത്. നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് യൂസ് ചെയ്ത് ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്ത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ഹാളിലാണ് നമ്മൾ എത്തുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ഹാൾ. 12x14 ഡയമെൻഷൻ വരുന്ന ഈ ഒരു നല്ല മനോഹരമായ ഒരു ഹാളാണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നല്ല ഗംഭീരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ്. ഫുള്ള് നമുക്ക് വുഡൻ പാറ്റേണിൽ വരുന്ന പാനലും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതിൽ സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ TV യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലോറിലത്തെ ഹാളിലെ TV യൂണിറ്റ് ഏരിയ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള TV യൂണിറ്റ് ഏരിയ പ്രസൻറ്റ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല വലിയൊരു TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഈ ഒരു മെയിൻ ഹാൾ 2 ബെഡ്റൂം ഒരു ബാൽക്കണിയാണ് നമുക്ക് ഫ്ലോർ പ്ലാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 12x14 ആണ് നമുക്ക് ഡയമെൻഷൻ വരുന്നത്. പക്ഷെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂമും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫോൾ സീലിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ചുമരിൽ നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാക്ക് ഏരിയ മുഴുവനും നമുക്ക് പാറ്റേൺ വരുന്ന ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു ചുമരാണ് വന്നേക്കുന്നത്. ഈ ഒരു പാറ്റേണുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കല്ല തന്നെ സ്പോട്ട് ലൈറ്റും അതുപോലെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഒരു വാൾ റൂഫ്സ് നമുക്ക് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ വാൾ റൂഫ്സും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെയാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിത്. ബാത്റൂമിലോട്ട് പോകുന്നതിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ നമുക്കൊരു ചെറിയ ഡ്രസ്സിംഗ് ഏരിയ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ റൂമിൻ്റെ ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. ടൈൽസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റ് ഫിനിഷ് ടൈൽസാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഭാഗം മുഴുവനും പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇൻഡോർ ഡെക്കോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇൻഡോർ ഡെക്കോർ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കീപ്പ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും പക്ഷെ നല്ല രീതിയിലുള്ള ഒരു ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. 14x14 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു ബെഡ്റൂം. ഈ ഒരു ഭാഗത്ത് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു യുണീക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്ന ഫോൾ സീലിംഗ് വർക്ക് എക്സ്റ്റൻഷനും കാര്യങ്ങളാണ്. ഒരു മൂൺ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ഈ ഒരു ഭാഗത്ത് ചെയ്തേക്കുന്നത്. ഒരു വാൾ റൂഫ്സ് ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെയാണ് നമുക്കിവിടെ സൈഡിലായിട്ട് എൻ്റെ വാൾ റൂഫ്സിൻ്റെ സൈഡിലായിട്ട് വന്നേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. കാണുന്നതാണ് ഈ ഒരു റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് നമുക്ക് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്.
വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് നമുക്ക് വരുന്നത്. നമ്മൾ സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിറ്റിംഗ് ഏരിയ മുഴുവൻ നമുക്ക് മാർബിൾ ടൈൽസാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് കജിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. 5x14 നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ടെറസിലോട്ട് പോകാൻ വേണ്ടിയുള്ളൊരു എൻട്രൻസ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ പണിയെടുപ്പിച്ച വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല മനോഹരമായ നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 8 കിലോമീറ്റർ മാത്രം മാറി, മലയങ്കിഴി ജംഗ്ഷനിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറി, മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 5 മീറ്റർ മാത്രം മാറി നമുക്ക് വരുന്ന ഈ ഒരു അടിപൊളിയായിട്ടുള്ള വീട് നമുക്ക് ആസ്കിങ് പ്രൈസ് നമുക്ക് വരുന്നത് 65 ലക്ഷമാണ്, 65 lakhs ആണ്. ഇത് നമുക്ക് വെറും നെഗോഷ്യബിൾ ആയിട്ട് വരുന്ന ഒരു റേറ്റും കൂടെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 നില വീടാണ് നമുക്ക് വരുന്നത്. 4 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് വരുന്ന വീട് 65 നമുക്ക് ചോദ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഫെയർ പ്രൈസാണ്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടോ അപ്പോൾ നെഗോഷ്യബിൾ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങൾ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണ് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ഹോം ലോൺ ഫെസിലിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. 80% ഹോം ലോൺസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.